നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇമോഷൻസിനനുസരിച്ചിട്ട് നമ്മുടെ ബ്രീത്ത് അല്ലെങ്കിൽ ശ്വാസത്തിന്റെ ഗതിക്ക് മാറ്റം വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അങ്ങനെയാണെങ്കിൽ ഈ ബ്രീത്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതുവഴി നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അതുപോലെ തന്നെ നമ്മുടെ ബോധം, ഇതിനെയൊക്കെ മാറ്റാനും നമുക്ക് സാധിക്കും. ചില ബ്രീത്തിങ് ടെക്നിക്കുകൾ, അതുപോലെ തന്നെ യൂട്യൂബിന്റെ ചരിത്രത്തിൽ ആരും പറഞ്ഞു തരാത്ത ഒരു ബ്രീത്തിങ് ടെക്നിക്ക്, ഇതെല്ലാമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിൽ ഈ ബ്രീത്ത് അല്ലെങ്കിൽ ശ്വാസത്തിന് വളരെയധികം പ്രസക്തി ഉണ്ടെന്ന്. അത് പറയാൻ കാരണം വേറെ ഒന്നല്ല, നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മൾ വളരെയധികം സന്തോഷിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ സമാധാനം തോന്നുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുക? വളരെയധികം ഡീപ്പായിട്ടൊരു ബ്രീത്ത് എടുക്കും. അതുപോലെ തന്നെ നമുക്ക് ഭയം ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ബ്രീത്ത്? വളരെ ഷാലോ ബ്രീത്ത് ആയിരിക്കും, അതായത് വളരെ നേർത്ത രീതിയിലുള്ള ബ്രീത്ത് ആയിരിക്കും. ഇങ്ങനെ നമ്മുടെ ഇമോഷൻസിനനുസരിച്ച് നമുക്ക് ബ്രീത്ത് മാറുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോധം ഉപയോഗിച്ചിട്ട് ഈ ബ്രീത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതുവഴി നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഫാക്ട്സുകളാണ്. ഏൻഷ്യൻ യോഗീസ് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്, നമുക്ക് നമ്മുടെ ശരീരത്തിന് 72,000 നാഡികളുണ്ട്. നാഡികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയെ ഫ്ലോ ചെയ്യുന്ന തരത്തിലുള്ള ചാനൽസ് ആണ്. ഇതിൽ ഈ ബ്രീത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 3 പ്രധാനപ്പെട്ട നാഡികളാണുള്ളത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഈഡ, അതായത് നമ്മുടെ ലെഫ്റ്റ് നോസ്ട്രിൽസ്, അതായത് ഈ ഒരു ദ്വാരത്തിൽ കൂടെ, ലെഫ്റ്റ് ദ്വാരത്തിൽ കൂടെ ശ്വസിക്കുന്ന ആ ഒരു നാഡിയെ വിളിക്കുന്ന പേര് ഈഡ എന്നും, അതുപോലെ തന്നെ റൈറ്റ് നോസ്ട്രിൽസിലൂടെ പോകുന്ന ആ നാഡിയെ അതിനെ പിങ്കള എന്നാണ് പറയുന്നത്. ഇനി ഇതിന് രണ്ടിനെയും നടുക്കിലൂടെയുള്ള ഒരു നാഡി, അതായത് നമ്മുടെ ഈ ഒരു സ്പൈനിൽ കൂടെ പോകുന്ന രണ്ടിൻ്റെയും നടുക്കുള്ള ഒരു നാഡിയാണ്, അതിനെ പറയുന്ന പേരാണ് സുഷുമ്ന നാഡി. അതായത് ഈ ഈഡ നാഡിയെ നമുക്ക് മൂൺ എനർജി അല്ലെങ്കിൽ ചന്ദ്രൻ ആ ഒരു എനർജിയുമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പിങ്കള നാഡിയെ സൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ സൂര്യൻ കത്തിജ്വലിക്കുന്ന ആക്റ്റീവായിട്ടുള്ള ആ ഒരു എനർജി ആയിട്ടും നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. ഇത് കുറച്ച് പേർക്ക് അറിയൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വാസ്തവം. അതായത് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ കൂടുതൽ സമയവും ഈ പറയുന്ന 2 നോസ്ട്രിൽസിലെ ഒരു നോസ്ട്രിലായിരിക്കും ആക്റ്റീവായിട്ടിരിക്കുക ഭൂരിഭാഗവും സമയം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ 2 നോസ്ട്രിൽസ് ഉണ്ടെങ്കിൽ ചിലരുടെയെങ്കിലും വിചാരം ഈ 2 നോസ്ട്രിൽസും എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ സത്യത്തിൽ അതല്ല സംഭവം. ഇപ്പം നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ബ്രീത്ത് ജസ്റ്റ് ഇങ്ങനെ ഈ നോസിൻ്റെ ഈ ഇടത് സൈഡിലും റൈറ്റ് സൈഡിലും ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് നോക്കുമ്പോൾ നമ്മൾ ശ്വാസം വിടുമ്പോൾ ഒരു പക്ഷേ ലെഫ്റ്റ് നോസ്ട്രിൽസിൽ കൂടെ മാത്രമായിരിക്കും ശ്വാസം പോകണമെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രസക്തി? അവിടെയാണ് ഈ പറയുന്ന എനർജീസ്, ഈഡ എന്ന് പറയുന്നത് മൂൺ എനർജി ആണെന്നും പിങ്കള എന്ന് പറയുന്നത് സൺ എനർജി ആണെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് ഈ മൂൺ എനർജിയുടെയും സൺ എനർജിയുടെയും പ്രത്യേകത? മൂൺ എനർജി എന്ന് പറയുന്നതാണ് കുറേ കൂടി റിസപ്റ്റീവായിട്ട്, അതായത് വളരെയധികം എല്ലാം സ്വീകരിക്കുന്ന, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഫെമിനൈൻ എനർജിയാണത്. കുറേയധികം ഇൻഡ്യൂട്ടീവ് ആവുന്നത് ഈ ഒരു മൂൺ എനർജി ആക്റ്റീവ് ആവുമ്പോഴാണ്. ഇനി നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കുറേ കൂടിയും വളരെയധികം റിലാക്സ് ആവുന്ന, കുറേ കൂടിയും ശാന്തതയോട് കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു മൊമെന്റിൽ ഈ പറയുന്ന ഈട നാഡി ആക്റ്റീവ് ആവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഊഹിക്കാം, ഈ സമയത്ത് റൈറ്റ് നോസ്ട്രിൽ അല്ലെങ്കിൽ പിങ്കള നാഡി ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അയാൾ വളരെയധികം റെസ്റ്റ്ലെസ് ആയിട്ട് വളരെയധികം ആക്റ്റീവായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ ഈ പിങ്കള നാഡിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു സൺ എനർജിയാണ്, അതായത് എപ്പോഴും വളരെയധികം ആക്റ്റീവായി നിൽക്കുന്ന, വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു മസ്കുലൈൻ എനർജി, ആക്റ്റീവാണ്, എനർജറ്റിക് ആണ്, എന്ത് കാര്യവും ഡു എന്നുള്ള ആ ഒരു മോഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പിങ്കള നാഡി എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് നോസ്ട്രിൽസ് ആണെങ്കിൽ നാം ഈ റൈറ്റ് നോസ്ട്രിൽസ് ഇത് ആക്റ്റീവ് ആക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വളരെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്പോർട്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തു ആക്റ്റീവായി ചെയ്യേണ്ട കാര്യങ്ങൾക്കും ഈ പറയുന്ന പിങ്കള നാഡി ആക്റ്റീവ് ആവുന്നത് വളരെയധികം സഹായിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയാൻ ആകാംക്ഷ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഈട നാഡിയെ ആക്റ്റീവ് ചെയ്യുക, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പിങ്കള നാഡിയെ ആക്റ്റീവ് ചെയ്യുക? ഇനി എപ്പോഴാണ് ഈ ഈട നാഡിയും പിങ്കള നാഡിയുടെയും നടുവിലുള്ള ഈ സുഷുമ്ന നാഡി ആക്റ്റീവ് ആക്കേണ്ടത്? ഇത്തരം കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ്. എങ്ങനെ നമുക്ക് ഈട നാഡിയെ ആക്റ്റീവ് ആക്കാം? അപ്പോൾ ആ ഒരു ഇതിനെ ആക്റ്റീവ് ആക്കണമെങ്കിൽ നാം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ നമ്മുടെ ഈ വിരലുകൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഈ ലെഫ്റ്റ് നോസ്ട്രിലാണ് ആക്റ്റീവ് ആക്കേണ്ടത്. അപ്പോൾ ഈ റൈറ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്തിട്ട് കുറച്ച് നേരം ഈ ലെഫ്റ്റ് നോസ്ട്രിൽസിലൂടെ മാത്രം ശ്വാസം അകത്തേക്കും പുറത്തേക്കും വിടുക. ശ്വാസം അകത്തേക്ക് എടുക്കുക,
എന്നിട്ട് പുറത്തേക്ക് വിടുക. ഇത് റൈറ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കുറച്ച് നേരം ആക്റ്റീവായി ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു 40-50 തവണ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ലെഫ്റ്റ് നോസ്ട്രിൽ ആക്റ്റീവ് ആവും. അപ്പോൾ ഇനി നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ് റൈറ്റ് നോസ്ട്രിൽ ആക്റ്റീവ് ആക്കേണ്ടതെന്നുള്ളത്. അതായത് നമ്മുടെ ലെഫ്റ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്തിട്ട് ഈ റൈറ്റ് നോസ്ട്രിൽസിലൂടെ നമ്മൾ ശ്വാസം അകത്തേക്കും പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് നോസ്ട്രിൽസും ആക്റ്റീവ് ആവും. അപ്പോൾ ഈ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നതെങ്കിൽ അവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് നോസ്ട്രിൽ അല്ലെങ്കിൽ പിങ്കളനാഡി ആക്റ്റീവ് ആവും. അപ്പോൾ നമുക്ക് ഈടനാഡി ആക്റ്റീവ് ആക്കണമെങ്കിൽ നാം റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഈടനാഡി ആക്റ്റീവ് ആകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ കിടക്കുന്ന ആ ഒരു പൊസിഷൻ അനുസരിച്ചിട്ടും ഈ പറയുന്ന ഈടനാഡിയും പിങ്കളനാഡിയും ആക്റ്റീവ് ആവും. ഇപ്പോൾ ഈ ഒരു ഈടനാഡിയുടെയും പിങ്കളനാഡിയുടെയും കാര്യം പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു തരാൻ പോണത് നമ്മുടെ സുഷുമ്ന നാഡി. ഭൂരിഭാഗം സമയവും ഈടനാഡി അല്ലെങ്കിൽ പിങ്കളനാഡിയാണ് ആക്റ്റീവ് ആവാന്ന് പറഞ്ഞു. ചില സമയങ്ങളിൽ ഈ രണ്ട് നാഡിയുടെയും സെൻട്രലായിട്ടുള്ള സുഷുമ്ന നാഡിയും ആക്റ്റീവ് ആവും. എന്താണ് ഈ സുഷുമ്ന നാഡിയുടെ പ്രത്യേകത? ഈ സുഷുമ്ന നാഡി എന്ന് പറയുന്നത് കുറേം കൂടി ബാലൻസ്ഡ് എനർജിയാണ്. അതായത് ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെയും സെൻറ്റർ, അതായത് ഒരു ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളെയും കുറേം കൂടിയും ഒരു നോൺ ഡ്യുവാലിറ്റി അല്ലെങ്കിൽ ഈ ഇടത് വലത് എന്നുള്ളത് മാറ്റി ആ ഒരു വണ്ണസ് ഫീൽ ചെയ്യുന്നതിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഈ ഒരു സുഷുമ്ന നാഡിയിലൂടെ കടന്നു പോകുന്നത്. നമുക്ക് നമ്മുടെ സുഷുമ്ന നാഡി ആക്റ്റീവ് ആക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ മോമെന്റിൽ ഈ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സോഴ്സുമായി വളരെയധികം കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ സുഷുമ്ന നാഡി ആക്റ്റീവ് ആവുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന നമ്മുടെ എനർജി ഏറ്റവും താഴെയുള്ള എനർജി സെന്റേഴ്സിൽ നിന്ന് നമുക്ക് ഏറ്റവും ഉയർന്ന എനർജി സെന്റർ ആയിട്ടുള്ള സഹസ്രാര അല്ലെങ്കിൽ ക്രൗൺ ചക്രയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് ഈ പറയുന്ന കുണ്ടലിനി എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ആക്റ്റീവ് ആക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി നമുക്ക് നമ്മുടെ ഇൻറ്റ്യൂഷൻസ് കുറേയധികം നന്നായി പ്രവർത്തിക്കും. അതുപോലെ തന്നെ നമ്മുടെ തേർഡ് ഐ ആക്റ്റീവ് ആവുന്നതിനും അത് നമ്മെ സഹായിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സുഷുമ്ന നാഡി നമുക്ക് ആക്റ്റീവ് ആക്കാൻ സാധിക്കുക? അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് പ്രാണായാമം ടെക്നിക്കാണ്. അപ്പോൾ പ്രാണായാമം എന്താണെന്നാണ് ഇനി ഞാൻ പറയാൻ പോണത്. അതായത് നമുക്ക് 2 വിരലുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഒന്ന് നമ്മുടെ ഈ റിംഗ് ഫിംഗർ, പിന്നെ നമ്മുടെ ഒന്ന് തമ്പ്. ഇപ്പോൾ ഈ പ്രാണായാമം ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് നമ്മുടെ ഏത് നോസ്ട്രിലാണ് ആക്റ്റീവ് ആയിരിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഒരു പർട്ടിക്കുലർ നോസ്ട്രിലാണ് ആക്റ്റീവ് ആയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ലെഫ്റ്റ് നോസ്ട്രിലാണ് ആക്റ്റീവ് ആയിരിക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റൈറ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്യുക. ഈ വലത്തെ നമ്മുടെ ഈ ശ്വാസത്തിൻ്റെ ഈ ഒരു ദ്വാരം ഇത് ക്ലോസ് ചെയ്തിട്ട് ലെഫ്റ്റിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. എന്നിട്ട് റൈറ്റിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ ലെഫ്റ്റിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, റൈറ്റിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇങ്ങനെ ഒരു 40 തവണ ചെയ്യുക. അത് 40 തവണ കഴിഞ്ഞാൽ പിന്നെ റൈറ്റിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക, എന്നിട്ട് ലെഫ്റ്റിൽ കൂടെ പുറത്തേക്ക് വിടുക. അപ്പോൾ ഇത് 40 തവണ ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ ലെഫ്റ്റ് നോസ്ട്രിലും അതുപോലെ തന്നെ റൈറ്റ് നോസ്ട്രിലും ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആ മോമെൻറ്റിൽ ഈ പറയുന്ന 2 ഭാഗത്തേക്കൂടെയും ശ്വാസം വരുന്നത് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഈ ഒരു മോമെൻറ്റിൽ നമുക്ക് കണ്ണടച്ച് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സോഴ്സുമായി കണക്ട് ചെയ്യാൻ, അതായത് വേറെ ഒരു തരത്തിലുള്ളൊരു ചിന്തയും മനസ്സും ശരീരവും മറന്നിട്ട് നമുക്ക് നമ്മുടെ സോഴ്സുമായി കണക്ട് ചെയ്ത് നിൽക്കാനായിട്ട് അത് നമ്മെ സഹായിക്കും. ഈ ഒരു മോമെൻറ്റിൽ തന്നെ നമുക്ക് വിഷ്വലൈസേഷൻസ് ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻസ്, നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നതിനും അത് നമ്മെ സഹായിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ സുഷുമ്ന നാഡി ആക്റ്റീവായി നിൽക്കുന്ന മോമെൻറ്റിൽ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഞാൻ പറഞ്ഞു യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ ആരും പറഞ്ഞു തരാത്തൊരു ടെക്നിക്കാണെന്ന്. വേറൊന്നുമല്ല, ഞാൻ സെർച്ച് ചെയ്തിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അത് കാരണം കൊണ്ടാണ് ഞാനത് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ആ ടെക്നിക്ക് എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു ഈ സുഷുമ്ന നാഡി ആക്റ്റീവ് ആവുന്നത് നമ്മുടെ ലെഫ്റ്റ് നോസ്ട്രിലും റൈറ്റ് നോസ്ട്രിലും ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്താണെന്ന്. അപ്പോൾ അതിന് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഈ ശ്വാസം ലെഫ്റ്റ് നോസ്ട്രിലിൽ കൂടെയും റൈറ്റ് നോസ്ട്രിലിൽ കൂടെയും കടന്നു വരുന്നത്. അങ്ങനെ ശ്വാസം എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ശ്വാസം എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ റൈറ്റ് നോസ്ട്രിൽ ക്ലോസ് ആണെങ്കിൽ ഈ ഇങ്ങനെ ബ്രീത്ത് എടുക്കുമ്പോൾ ഈ റൈറ്റ് നോസ്ട്രിലൂടെ ശ്വാസം വരാത്തത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
ഈ റൈറ്റ് നോസ്ട്രലിൽ കൂടെ ശ്വാസം വരുന്നതായിട്ട് നാം ഇമാജിൻ ചെയ്യുക. അതായത് ശ്വാസം എടുക്കുമ്പോൾ എപ്പോഴും ഈ റൈറ്റ് നോസ്ട്രലിൽ കൂടെയും ലെഫ്റ്റ് നോസ്ട്രലിൽ കൂടെയും ശ്വാസം വരുന്നതായിട്ട് ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അങ്ങനെ കുറച്ച് നേരം, അതുപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴും ഈ രണ്ട് നോസ്ട്രലിൽ കൂടെയും ശ്വാസം പുറത്തേക്ക് പോകുന്നതായിട്ടും ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന ഇമാജിനേഷൻ ഉപയോഗിച്ചിട്ട് തന്നെ ഇത് രണ്ടും ആക്റ്റീവ് ആവുന്നത് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ ആക്റ്റീവ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ പറയുന്ന നമ്മുടെ സുഷുമ്ന നാഡി ആക്റ്റീവായി നിൽക്കുകയാണെങ്കിൽ ആ മൊമെൻറ്റിൽ നമുക്ക് കുറേ കൂടിയും വളരെയധികം ഉയർന്ന ബോധത്തിൽ പ്രവർത്തിക്കാൻ അത് നമ്മെ സഹായിക്കും. അപ്പോൾ നമുക്ക് ചില ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന തരത്തിൽ നമ്മുടെ സുഷുമ്ന നാഡിയെ ആക്റ്റീവ് ആക്കിയിട്ട് നമ്മൾ പല ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ അത് കുറേ കൂടിയും വളരെയധികം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, വളരെ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആവാനായിട്ട് അത് സാധിക്കും. കാരണം വേറൊന്നുമല്ല, നമ്മൾ വളരെ പ്രസൻറ്റ് മൊമെൻറ്റിൽ വളരെയധികം ഇൻഡ്യൂട്ടീവായിട്ട് വേറൊരു തരത്തിലും ഒരു ഭയമില്ലാതെ ആണ് നമ്മൾ ഇരിക്കുന്നത് ഈ പറയുന്ന സുഷുമ്ന നാഡി ആക്റ്റീവ് ആകുമ്പോൾ. അപ്പോൾ ആ മൊമെൻറ്റിൽ നാം എടുക്കുന്ന ആ ഡിസിഷൻസ് വളരെയധികം കറക്റ്റ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ തരത്തിൽ നമ്മുടെ ഇമാജിനേഷൻ ഉപയോഗിച്ചിട്ട്, അതായത് നമ്മൾ സങ്കല്പിക്കുകയാണ് എൻ്റെ ലെഫ്റ്റ് നോസ്ട്രലിൽ കൂടെയും റൈറ്റ് നോസ്ട്രലിൽ കൂടെയും ശ്വാസം അകത്തേക്ക് വരുന്നതായിട്ട് ഞാൻ ഇമാജിൻ ചെയ്യാണ്. അപ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നമ്മുടെ ഇമാജിനേഷൻ ഉപയോഗിച്ചിട്ട്, നമ്മുടെ ഇമാജിനേഷൻ ശക്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന തരത്തിൽ നമ്മുടെ ലെഫ്റ്റ് നോസ്ട്രലും റൈറ്റ് നോസ്ട്രലും ആക്റ്റീവ് ആക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന സങ്കല്പ ശക്തി അല്ലെങ്കിൽ ഇമാജിനേഷൻ ഉപയോഗിച്ചിട്ട് നടക്കുമെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അതിനെ നിയന്ത്രിക്കുന്നതിൽ നമ്മുടെ ബ്രീത്ത് അല്ലെങ്കിൽ ശ്വാസത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞു തന്ന ബ്രീത്തിങ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിക്കാനും അതുപോലെ തന്നെ ഉയർന്ന ബോധത്തിൽ പ്രവർത്തിക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതുപോലെ കുറെ ഉപകരിക്കുന്ന നല്ല വീഡിയോസായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.